ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതെന്നാണ് തന്നിരിക്കുന്നതിൽ. ഏത് കൃത്രിമ രാസവസ്തുവാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാനെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഏതാണ് കുട്ടികളെ? കാർമോയിസിൻ ആണല്ലേ? കാർമോയിസിൻ ആണല്ലേ? കാർമോയിസിൻ. ഓക്കെ, ഈ തന്നിരിക്കുന്നതില് ഏതാണ്? കാർമോയിസിൻ ആണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു എന്ന് പറഞ്ഞാൽ കാർമോയിസിൻ ആണ് കേട്ടോ, കാർമോയിസിൻ. ഓക്കെ, എങ്കില് ഈ ടാർട്ടാർസിൻ എന്ത് നിറമാണ് നൽകുന്നത്? ടാർട്ടാർസിൻ പറയാവോ? അക്കൗണ്ടിങ് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്താൽ മതിയെ. ടാർട്ടാർസിൻ ഏത് നിറമാണ്? ടാർട്ടാറിസിൻ മഞ്ഞ. ടാർട്ടാറിസിൻ മഞ്ഞയാണല്ലേ? മഞ്ഞ. ടാർട്ടാറിസിൻ മഞ്ഞ. എടാ, കാർമോയിസിൻ ഏതാണ്? കാർമോയിസിൻ ചുവപ്പാണ്. കാർമോയിസിൻ ചുവപ്പാണ്. ടാർട്ടാറിസിൻ ചോദിക്കും, കാർമോയിസിൻ ചോദിക്കും കേട്ടോ. കാർമോയിസിൻ ഏതാണ്? ചുവപ്പാണ്. ഓക്കെ, ടാർട്ടാറിസിൻ മഞ്ഞ. ഓക്കെ, നമ്മളെ ടാറിലൊക്കെ ഈ റോഡിലൊക്കെ നമ്മള് മഞ്ഞ കളർ ലൈൻ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചു, ഇങ്ങനെ ടാറിൽ ഇങ്ങനെ റോഡിലൊക്കെ പോകുമ്പോഴേ നിങ്ങള് വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ വരകളൊക്കെ നോക്കാറുണ്ടോ നിങ്ങള്? മഞ്ഞ ലൈൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം എന്നാണോ എന്റെ ശരിയായിട്ടുള്ള രീതി? മഞ്ഞ ലൈനിൽ കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാവോ? എവിടെ റോഡിലൊക്കെ പോകുമ്പോഴ് അതുവഴി പോകണ മാമന്മാരെയും അല്ലെങ്കിൽ ചേച്ചിമാരെയും മാത്രം വായി നോക്കാതെ ഇടയ്ക്ക് റോഡിലും കൂടെയൊക്കെ നോക്കണം. റോഡിൽ മഞ്ഞ കളർ ലൈനുകളുണ്ട് കേട്ടോ. ഇന്നറിയാൻ കുറെ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം റോഡിൽ ടാറില് മഞ്ഞ ലൈൻ. ഓക്കെ, അപ്പൊ ടാർട്ടാറിസിൻ മഞ്ഞ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മഞ്ഞ. ഓക്കെ, ഓപ്ഷൻ എ ഇത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത്, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാ കുട്ടിയല്ലേ? ഭ്രമണ ചലനമാണല്ലേ? ഭ്രമണം, റൊട്ടേഷൻ ആണല്ലേ? റൊട്ടേഷൻ ആണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. അടുത്ത, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? രാകേഷ് ശർമ്മയാണല്ലേ? രാകേഷ് ശർമ്മ. ഓപ്ഷൻ എ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ഏത് വർഷമാണ് ബഹിരാകാശ യാത്ര നടത്തിയെന്ന് അറിയോ നിങ്ങൾക്ക്? രാകേഷ് ശർമ്മ ഏത് വർഷമാണ് ബഹിരാകാശ യാത്ര നടത്തിയത്? രാകേഷ് ശർമ്മ ഏത് വർഷം? 1984. 1984 ഏപ്രിൽ മാസം 2. 1984 ഏപ്രിൽ മാസം 2-നാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത്. അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയ പേടകത്തിന്റെ പേരെന്താണ്? 1984 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത്. അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയ പേടകത്തിന്റെ പേരെന്താ കുട്ടികളെ? സോയൂസ് T11 എന്നാണ് കേട്ടോ. സോയൂസ് T11. എന്താണ് കുട്ടികളെ? സോയൂസ് T11 എന്നാണ്. സോയൂസ് T11 എന്നാണ് കേട്ടോ. 1984 ഏപ്രിൽ 2-നാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്നത്. സോയൂസ് T11 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? റഷ്യൻ നിർമ്മിത പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓക്കെ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും അല്ലെ? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം, നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി കാണും. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം എന്താ? പറഞ്ഞേ.
നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം എന്താ കുട്ടികളെ? അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ആണ്. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ സൂര്യനെ ആകാശത്ത് കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കും. അതുപോലെ നമുക്ക് വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, അതായത് സൂര്യൻ ആകാശത്ത് നിന്ന് പോയി കഴിഞ്ഞാലും നമുക്ക് സൂര്യപ്രകാശം ലഭിക്കും. അതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്ക് എന്താണ് കുട്ടികളെ ഈ പറയുന്ന സൂര്യപ്രകാശം ലഭിക്കുന്നതിന് കാരണം എന്താണ്? അതും അപവർത്തനമാണ്. ഓർത്തിരിക്കണേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ പ്രിലിംസ് മാരത്തോൺ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പൊ ഇനി ഇതിന്റെ ക്ലാസ് യൂസ് ആകാൻ പോകുന്നത് 3rd സ്റ്റേജും 4th സ്റ്റേജും ഉള്ള കുട്ടികൾക്കാണ്. കാരണം ഇനി 1st 2nd സ്റ്റേജിന് ഇപ്പം 3-4 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3rd സ്റ്റേജും 4th സ്റ്റേജും എക്സാം ഉള്ള കുട്ടികൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യുക. അപ്പൊ നമ്മൾ 1st 2nd സ്റ്റേജ് ബേസ് ചെയ്തിട്ട് പിന്നുള്ള ദിവസങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയസ് പഠിക്കണോ അതെല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ വിടുന്നത്. ടോട്ടൽ ഫീസ് വരുന്നത് 379 ആണ്. എല്ലാ ക്ലാസ്സുകളും ലൈവാണ്. ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതാണ് കേട്ടോ. ഞാൻ കോഴ്സിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യും. ശരി, അടുത്ത താഴെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, താപപ്രേഷണ രീതികൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ചാലനം താപപ്രേഷണ രീതിയാണ്. സംവഹനം താപപ്രേഷണ രീതിയാണ്. വികിരണം താപപ്രേഷണ രീതിയാണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി, ബാഷ്പീകരണമാണ് ഉൾപ്പെടാത്തത് അല്ലേ? ബാഷ്പീകരണമാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്താണ്? പറ. ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? താപോർജം സ്വീകരിച്ചുകൊണ്ട് ജലം നീരാവിയായി മാറുന്ന പ്രവർത്തനമാണ്. താപോർജം സ്വീകരിച്ചുകൊണ്ട് ജലം നീരാവിയായി മാറുന്ന പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്? ബാഷ്പീകരണം. വെള്ളം നീരാവിയാകുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ഇതും പഠിച്ചതാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ചെയ്യൂ. കാറ്റ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. പെട്രോള് പാരമ്പര്യം. കൽക്കരി പാരമ്പര്യം. പെട്രോളും കൽക്കരിയും എന്താണ്? പാരമ്പര്യമാണ്. അപ്പം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകള് ഓപ്ഷൻ എ വരുന്നു. 1, 2. നമ്മൾ ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതിക്ക് ദോഷം ഏതാ കുട്ടികളെ? നമ്മൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോഴും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോഴും പ്രകൃതിക്ക് ദോഷം ഏതാണ്? ഇതിലേതാണ് പ്രകൃതിക്ക് ദോഷം? പറഞ്ഞു, ഇതിലേതാണ് പ്രകൃതിക്ക് ദോഷമായി മാറുന്നത്? ഏതാണ്? പ്രകൃതിക്ക് ദോഷമായി വരുന്നത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? പ്രകൃതിക്ക് ദോഷമായി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ കുട്ടികളെ? പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേര് എന്താണ്? പ്രകൃതിക്ക് ദോഷമാകുന്നത് കൊണ്ട് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ ബ്രൗൺ എനർജി എന്ന് വിളിക്കും. ബ്രൗൺ എനർജി. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പ്രകൃതിക്ക് ദോഷമായത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ബ്രൗൺ എനർജി എന്ന് വിളിക്കും. ഓക്കെ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് പ്രകൃതിക്ക് ദോഷമല്ല. അതുകൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിനെ നമ്മൾ ഗ്രീൻ എനർജി എന്ന് വിളിക്കും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിനെ അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിനെ നമ്മൾ ഗ്രീൻ എനർജി എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പാരമ്പര്യം പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്പൊ അത് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയും അവരൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം. ഇവരെയൊന്നും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല. അപ്പൊ പാരമ്പര്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല. പാരമ്പര്യേതരമാണെങ്കിൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും.
ഓക്കെ അല്ലേ? പാരമ്പര്യേതര ബന്ധങ്ങളാണ് ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി, അല്ലേ? അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുനഃസ്ഥാപിക്കാം. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ, ഓർത്തിരിക്കാൻ. അടുത്തത്, ജൈവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്നാണ്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്നാണ് പിള്ളേരെ? അത് വാൾട്ടർ ജി റോസൻ. ആരാണ്? വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ ആണ്. ഓക്കെ, ഏണസ്റ്റ് ഹെയ്ക്കൽ. ഏണസ്റ്റ് ഹെയ്ക്കൽ ഏത് പദമാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ ഒരു ചോദ്യമാണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ ഏത് പദമാണ്? പോരാ. ഏണസ്റ്റ് ഹെയ്ക്കൽ ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. അങ്ങനെ പറ. ഏണസ്റ്റ് ഹെയ്ക്കൽ എക്കോളജി എന്ന പദം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഏണസ്റ്റ് ഹെയ്ക്കൽ. ഓക്കെ, എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഏണസ്റ്റ് ഹെയ്ക്കൽ. ക്ലിയർ ആണ്. അടുത്ത ടാൻസ്ലി. ഏതാ ചോദ്യം? ടാൻസ്ലി ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? ടാൻസ്ലി. അറിഞ്ഞൂടാത്തൊരു എഴുതി പഠിച്ചു തന്നെ പോണം, കഥയും കേട്ട് ഇരിക്കരുത്. ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? ടാൻസ്ലി. പോരാ. പറന്ന് നിൽക്കേണ്ട ആൾക്കാര് മരിച്ചു കിടക്കുകയാണ്. ഓക്കെ, ടാൻസ്ലി ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? ടാൻസ്ലി പറഞ്ഞേ. എക്കോസിസ്റ്റം കറക്റ്റ് ആണ്. ആവാസ വ്യവസ്ഥ. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ടാൻസ്ലി. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ആര് കുട്ടികളെ? ടാൻസ്ലി. ആരാണ്? ടാൻസ്ലി. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന പദം അതിന് ഉപയോഗിച്ചത് ടാൻസ്ലി. ഓക്കെ, അടുത്ത നോർമൻ മേയർ ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? നോർമൻ മേയർ ഏത് പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്? നോർമൻ മേയർ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അല്ലെ? എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നോർമൻ മേയർ ആണ്. ഈ പദങ്ങൾ, ഞാൻ ഇവിടെ പറഞ്ഞ പദങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച പദങ്ങളുണ്ട്. ഏതൊക്കെ പഠിപ്പിച്ചു? ഈ പറയുന്ന ഹരിത വിപ്ലവം വില്യം ഗൗഡ്, വൈദ്യുതി വില്യം ഗിൽബർട്ട്. ഓക്കെ അല്ലേ? ജീന് വില്യം ജൊഹാൻസൺ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പഠിച്ചു കൂടെ എത്തിക്കോണം. അടുത്ത് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി വാൾട്ടർ ജി റോസൻ. എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം ഏണസ്റ്റ് ഹെയ്ക്കൽ. അതുപോലെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ടാൻസ്ലി. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ നോർമൻ മേയർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാ? പ്ലാസന്റ. ഏതാ കുട്ടികളെ? പ്ലാസന്റ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? പ്ലാസന്റയാണ്. പ്ലാസന്റ. ഓക്കെ അല്ലേ? പ്ലാസന്റ പഠിച്ചോണം കേട്ടോ. പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി, അതായത് പ്ലാസന്റയും ക്രോസ് ചെയ്ത് കുഞ്ഞിലേക്ക് എത്തുന്ന ഒരു ആന്റിബോഡി ഉണ്ട്. ഏതാണ് കുട്ടികളെ? ചോദിക്കും. 10th മെയിൻസ് +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് IgG ആണല്ലേ? IgG. G ഫോർ ഗർഭത്തിലാണ് പ്ലാസന്റ. അപ്പൊ IgG പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി പഠിച്ചിരിക്കുക. IgG പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി IgG. ഓക്കെ, അടുത്ത
കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേരുന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേരുന്ന കല ഏതെന്നാണ് ചോദ്യം. കട്ടി കൂടിയ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേരുന്ന കല ഏതെന്ന് കേട്ടാൽ സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. കട്ടി കൂടിയ ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കല ഏതാണ് കുട്ടികളെ? മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കല ഏതാണ്? ചാടി നിക്ക്. മൃദുവായ സസ്യഭാഗങ്ങൾ. മൃദുവായ സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അറിഞ്ഞൂടെങ്കിൽ എഴുതി വെച്ചോ. മൃദുവായ സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പാരൻ കൈമ. ഏതാ? പാരൻ കൈമ. സസ്യങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതാണ് കുട്ടികളെ? സസ്യങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതാണ്? താങ്ങി പറ. താങ്ങി നിർത്തുന്നത് ഏതാ? ഫ്ലോയോ? ഇവിടെ സൈലോം ഫ്ലോയോ ഒക്കെ എന്ത് നിനക്കൊക്കെ വയ്യേ? സൈലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സൈലം എന്തുവാ? സൈലം വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത്. സൈലം. ഓക്കെ. ഫ്ലോയം എന്തെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇലകൾ പാകം ചെയ്യുന്ന ആഹാരത്തെ എന്ത് ചെയ്യുന്നു? സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം. ഇത് 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് അറിയാവുന്ന സാധനമാണ് ഇരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ പിള്ളേരെ? അതായത് സൈലം ചെയ്യുന്നത് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്ന, ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി ഇലകളിലേക്ക് എത്തിക്കുന്ന സൈലം. അതുപോലെ ഫ്ലോയം ചെയ്യുന്നത് ഇലകൾ പാകം ചെയ്യുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം. സസ്യങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോളൻ കൈമയാണ്. സസ്യങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോളൻ കൈമ. മൃദുവായ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പാരൻ കൈമ. കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന സ്ക്ലീറൻ കൈമ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ തേങ്ങ എടുത്ത് നോക്കുകയാണെങ്കിൽ തേങ്ങയുടെ ചിരട്ട സ്ക്ലീറൻ കൈമയും നമ്മൾ ചുരണ്ടി തിന്നുന്ന തേങ്ങ പാരൻ കൈമയാണ്. മനസ്സിലായ? തേങ്ങയുടെ ചിരട്ട ഉണ്ടല്ലോ, തേങ്ങയുടെ ചിരട്ട അത് സ്ക്ലീറൻ കൈമയും നമ്മൾ ചുരണ്ടി തിന്നുന്ന തേങ്ങ എന്ന് പറയുന്ന സാധനം പാരൻ കൈമയാണ്. ഓക്കെ, അതോർത്തിരുന്ന മൃദുവായ ഭാഗങ്ങൾ പാരൻ കൈമ. ഓക്കെ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്നാണ് ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാ പിള്ളേരെ? അത് വില്ലസുകളാണ്. ഓപ്ഷൻ ബി, വില്ലസുകൾ. ഏതാണ്? വില്ലസുകളാണ്. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകൾ. എന്തിന്റെ ആകൃതിയാണ് വില്ലസിന്? എന്തിന്റെ ആകൃതിയാണ് വില്ലസിന്? പറ, എന്തിന്റെ ആകൃതിയാണ് വില്ലസിന്? പറ കുട്ടികളെ. വില്ലസിന്റെ ആകൃതി ചോദിച്ചപ്പം വിരളിന്റെ ആകൃതിയാണ്. ഞാൻ വിരൽ കാണിച്ചോണ്ട് തന്നെ വിരളിന്റെ ആകൃതിയാണ്. വിരളിന്റെ ആകൃതിയാണ് വില്ലസ്. വിരലിന്റെ ആകൃതിയുള്ള ഭാഗമാണ് വില്ലസ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ ഏതെന്നാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ ഏതെന്നാണ് ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ പറഞ്ഞേ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ. നിങ്ങൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് സിരയായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സിരയായതുകൊണ്ട് ഇവിടെ വൃക്കാസിര എന്ന് ചിന്തിക്കരുത്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്നത്
ഓക്കെ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് വൃക്കാധമനിയാണ് അല്ലെ, വൃക്കാധമനിയാണ്. ഇത് ചോദിക്കും, വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ വൃക്കാധമനി. പലർക്കും ഡൗട്ട് വരും, വൃക്ക സ്ഥിരയാണെന്ന് തോന്നും. കാരണം ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സ്ഥിര ആയതുകൊണ്ട്. മാറിപ്പോവരുത്, വൃക്കാധമനിയാണ്, വൃക്കാധമനി. ഓക്കെ, ക്ലിയർ ആണ്. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അതങ്ങനെ അല്ല എന്നും, കോർണിയ വരണ്ടു പോകുന്നത് കൊണ്ട് കോർണിയ അതാര്യമാകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗം അത് ഏതാ കുട്ടികൾ? അത് പ്രസ് ബയോപ്പിയ. ഏതാണ്? പ്രസ് ബയോപ്പിയ. ഈ പ്രസ് ബയോപ്പിയുടെ മലയാളം എന്താ പിള്ളേരെ? പ്രസ് ബയോപ്പിയുടെ മലയാളം വെള്ളെഴുത്ത് എന്നാണ് അല്ലെ, വെള്ളെഴുത്ത്. പ്രസ് ബയോപ്പിയുടെ മലയാളമാണ് വെള്ളെഴുത്ത്. പ്രസ് ബയോപ്പിയുടെ മലയാളമാണ് എന്ത്? വെള്ളെഴുത്ത്. അപ്പൊ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. ഓക്കെ, ഇനി എന്താണ് സിറോഫ്താൽമി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പുറമെയുള്ള ഗ്ലാസ് പോലുള്ള ആവരണമാണ് കോർണിയ. ആ കോർണിയ അതാര്യമായി പോകുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? സിറോഫ്താൽമിയ. ഓക്കെ, വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. തെറ്റല്ലേടാ? വിറ്റാമിൻ എയുടെ കുറവല്ലേ നിശാന്തത? വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തത അല്ലേ? ഓക്കെ, നിശാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. അടുത്ത്, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയല്ലേടാ? കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അറിയണമെങ്കിൽ പഠിച്ചോണം. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി 3, 4. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി 3, 4. ഇതിൽ എന്തെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയണോ? പറവളരെ, ഇതിൽ എന്തെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയണോ? 66ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ എന്തെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയണോ? വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, അടുത്ത, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാ കുട്ടികളെ? പറ. ന്യൂക്ലിയസ് ഇല്ലാത്തത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറയാണ് അല്ലെ? മൊനീറ. ഏതാ കുട്ടികളെ? മൊനീറ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊനീറ. ഓക്കെ അല്ലേ? അപ്പൊ ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണെങ്കിലോ? ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണെങ്കിലോ? ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണെങ്കിലോ? ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളായ കുട്ടികളെ അത് പ്രൊട്ടിസ്റ്റ. ഏതാണ്? പ്രൊട്ടിസ്റ്റ. മൊനീറ, പ്രൊട്ടിസ്റ്റ. അത് രണ്ടും പഠിച്ചോണം. മൊനീറ, പ്രൊട്ടിസ്റ്റ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം അത് ഏതാണ് കുട്ടികളെ? അത് മൊനീറയാണ്. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ വരുന്നത് ഏതാണ്? പ്രൊട്ടിസ്റ്റ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട 2 പേരുകളുണ്ട്. 2 പേരുകൾ.
കോശത്തിനുള്ളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? പറഞ്ഞേ. കോശത്തിനുള്ളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? കോശത്തിനുള്ളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ ഉള്ളതിനെ യൂകാരിയോട്സ് എന്ന് വിളിക്കും. എന്താ കുട്ടികളെ? യൂകാരിയോട്സ് എന്ന് വിളിക്കും കേട്ടോ. യൂകാരിയോട്സ്. കോശത്തിനുള്ളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കും. യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി കോശത്തിനുള്ളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ എന്ത് വിളിക്കും? അതിനെ നമ്മൾ പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. എന്താ കുട്ടികളെ? പ്രോകാരിയോട്സ് എന്ന് വിളിക്കും അല്ലെ? പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. ഓക്കെ, പ്രോകാരിയോട്സ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ നമ്മൾ മൊനീറ എന്ന് വിളിക്കും. കേട്ടോ, മൊനീറ എന്ന് വിളിക്കും. എന്താണ്? മൊനീറ എന്ന് വിളിക്കും. മൊനീറ. ഓക്കെ അല്ലേ? മൊനീറ എന്ന് വിളിക്കും. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ മൊനീറ. ഓക്കെ. ന്യൂക്ലിയസ് ഉള്ളതിനെ പ്രൊട്ടിസ്റ്റ എന്ന് വിളിക്കും. വിഭാഗത്തെ എന്ത് വിളിക്കും കുട്ടികളെ? പ്രൊട്ടിസ്റ്റ എന്ന് വിളിക്കും. ഇനി കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ പൊതുവെ പറയുന്നത് യൂകാരിയോട്സ്. കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ പൊതുവെ പറയുന്നത് യൂകാരിയോട്സ്. അപ്പൊ കോശത്തിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികൾ ഉള്ളത് യൂകാരിയോട്സ്, ഇല്ലാത്തത് പ്രോകാരിയോട്സ്. അപ്പൊ ഉള്ളതിന്റെ ഊവും യൂകാരിയോട്സിന്റെ ഊവും കണക്ട് ചെയ്ത് വെച്ചോണം. ഉള്ളത് യൂകാരിയോട്സ്, ഇല്ലാത്തത് പ്രോകാരിയോട്സ്. ഉള്ളത് യൂകാരിയോട്സ്, ഇല്ലാത്തത് പ്രോകാരിയോട്സ്. ഓക്കെ. അല്ലാതെ ബാക്ടീരിയ യൂകാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? ബാക്ടീരിയ യൂകാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? പറഞ്ഞേ. ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്. ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ് അല്ലെ? ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്. ഓക്കെ. അമീബ യൂകാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? അമീബ യൂകാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? ഒന്ന് പറഞ്ഞേ. അമീബ യൂകാരിയോട്ട് ആണോ പ്രോകാരിയോട്ട് ആണോ? അമീബ യൂകാരിയോട്ട്. എന്താ കുട്ടികളെ? അമീബ യൂകാരിയോട്ട് അല്ലെ? അമീബ യൂകാരിയോട്ട്. ക്ലിയർ ആണല്ലോ? അമീബ യൂകാരിയോട്ട്. ശരി. അപ്പൊ അവിടെ അതങ്ങനെ കണ്ടുപോണേ. ന്യൂക്ലിയസ് ഉള്ളത് യൂകാരിയോട്ട്, ഇല്ലാത്തത് പ്രോകാരിയോട്ട്. അമീബ യൂകാരിയോട്ട്, ബാക്ടീരിയ പ്രോകാരിയോട്ട്. ഓക്കെ. ഇനി ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. അപ്പൊ നമ്മൾ ഒരു കഴിവില്ലാത്ത ആളെ നമ്മൾ മൊണ്ണ എന്ന് വിളിക്കത്തില്ലേ? നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല. ഒരു കഴിവില്ലാത്ത ആരുമില്ല, നമ്മൾ നല്ല ഉപയോഗിക്കുന്നത്. അവ ഒരു മൊണ്ണയാണ്, അല്ലെങ്കിൽ അവൾ ഒരു മൊണ്ണയാണ്. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ചോദിച്ചാൽ മൊനീറ. ഓക്കെ അല്ലേ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഓക്കെ. കേട്ടിട്ടുണ്ട്. ഓക്കെ. മൊണ്ണ അല്ലെങ്കിൽ മൊനീറ. അതുപോലെ പ്രൊട്ടിസ്റ്റ. ഓക്കെ. എന്ത് പറഞ്ഞു? ക്ലിയർ. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഇത് ന്യൂക്ലിയസ് ഉള്ളത് പ്രൊട്ടിസ്റ്റ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. വളരെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ പറയണ ശ്രദ്ധിച്ചായിട്ട് മറുപടി പറയണേ. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. പരപോഷികളാണ്. ഏകകോശ ബഹുകോശ ജീവികളും വരുന്നുണ്ട്. ഏത് വിഭാഗമാണ്? സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല, പരപോഷികളാണ്, ഏകകോശ ബഹുകോശ ജീവികൾ വരും. ഏതാണ് കുട്ടികളെ? ഫഞ്ചൈ. എന്താണ്? ഫഞ്ചൈ ആണ് കേട്ടോ. ഫഞ്ചൈ. സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ഓക്കെ. പരപോഷികളാണ്. പരപോഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെട്രോട്രോപ്സ് ആണ്. ഓക്കെ. പരപോഷികളാണ്. ഏകകോശ ബഹുകോശ ജീവികൾ വരും. അത് ഫഞ്ചൈ. ഉദാഹരണം നമ്മുടെ എന്താണ്? കൂണ് ഉദാഹരണം. ഓക്കെ. ക്ലിയർ ആണ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല. സ്വപോഷികളാണ്. സഞ്ചാര സ്വാതന്ത്ര്യമില്ല,
സ്വപോഷികളാണ്. അതേതാണ്? സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്വപോഷികളായിട്ടുള്ള ബഹുകോശ ജീവികൾ. അത് പ്ലാന്റ്. ഏതാ കുട്ടികളെ? പ്ലാന്റ്. പ്ലാന്റ് 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 സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നവരാണ്. സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വപോഷികളാണ്. പക്ഷെ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ബഹുകോശ ജീവികളാണ് പ്ലാന്റ്. ക്ലിയർ ആണ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പരപോഷികളാണ്. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പരപോഷികളാണ് ബഹുകോശ ജീവികൾ. ഏതാണ്? അനിമേലിയ. ഏതാ കുട്ടികളെ? അനിമേലിയ. ഓക്കെ, ക്ലിയർ ആണേ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, പരപോഷികളായിട്ടുള്ള ഏകകോശ ബഹുകോശ ജീവികളാണ് ഫഞ്ചൈ. ഏതാ പിള്ളേരെ? ഫഞ്ചൈ. ഉദാഹരണം കൂണ്. അതുപോലെ സ്വപോഷികളാണ്, സഞ്ചാര സ്വാതന്ത്ര്യമില്ല ബഹുകോശ ജീവികൾ. ഏതാ കുട്ടികളെ? അത് പ്ലാന്റ്. പരപോഷികളാണ്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ബഹുകോശ ജീവികൾ. അനിമേലിയ. ഓക്കെ, അപ്പൊ അനിമൽസിനെ ഓർത്താൽ മതി. അനിമൽസിന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ സ്വന്തമായി ആഹാരം ശരീരത്തിൽ പാകം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരപോഷികളാണ്. ഓക്കെ, ക്ലിയർ ആണേ. സ്വപോഷികളെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? സ്വപോഷികളെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? ഓട്ടോട്രോപ്സ് എന്ന് പറയും. പരപോഷികളെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? സ്വപോഷികളെ ഓട്ടോട്രോപ്സ് എന്നും പരപോഷികളെ ഹെട്രോട്രോപ്സ് എന്നും പറയും. സ്വപോഷികൾ ഓട്ടോട്രോപ്സ്, പരപോഷികൾ ഹെട്രോട്രോപ്സ്. ഓക്കെ, പരപോഷികൾ ഹെട്രോട്രോപ്സ്. ക്ലിയർ ആണേ. ശരി. ഇനി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് കുട്ടികളെ? സൊമാറ്റോട്രോപ്പിൻ, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, ശരീര വളർച്ച ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ അല്ലേ? ശരീര വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ നമ്മുടെ ശരീര വളർച്ച കാലഘട്ടത്തിൽ, നമ്മുടെ ശരീരം വളരുന്ന കാലഘട്ടത്തില് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച ഭീമാകാരമാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം. അത് അപ്പൊ സൊമാറ്റോട്രോപ്പിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ശരീര വളർച്ച കാലഘട്ടത്തിൽ തന്നെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുകയാണെങ്കിൽ നമ്മൾ ചെറുതായി പോവും. അതിനെ പറയുന്നത് ഡാർഫിസം എന്നാണ്. എന്താ കുട്ടികളെ? ഡാർഫിസം എന്ന് പറയും. ഡാർഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയും. വാമനത്വം. അപ്പൊ അത് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ്. മനസ്സിലായ? ശരീര വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വാമനത്വം അല്ലെങ്കിൽ ഡാർഫിസം. ക്ലിയർ ആണ്. ഇനി ശരീര വളർച്ചാ കാലഘട്ടം കഴിഞ്ഞു, നമ്മളെ ശരീര വളർച്ചാ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം ക്രമരഹിതമായി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ താടി, കൈകള്, മുട്ട് എന്നിവ വളരുന്ന അവസ്ഥയെ പറയുന്ന പേര് അക്രോമെഗലി. ഏതാ കുട്ടികളെ? അക്രോമെഗലി. ഏതാണ്? അക്രോമെഗലി. അപ്പൊ ഈ 3 രോഗങ്ങൾ, ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം, വാമനത്വം അല്ലെങ്കിൽ ഡാർഫിസം, ഇത് രണ്ടും ശരീര വളർച്ചാ കാലഘട്ടത്തിനുള്ളിലാണ്. കൂടിയാൽ ഭീമാകാരത്വം, കുറഞ്ഞാൽ വാമനത്വം. ശരീര വളർച്ചാ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം ക്രമരഹിതമായി ഉണ്ടായാൽ വരുന്ന രോഗം അക്രോമെഗലി. ഗൊറില്ല ഫേസ് കണ്ടുവരുന്നത് അക്രോമെഗലി എന്ന രോഗത്തിലാണ്. പക്ഷെ ശ്രദ്ധിക്കണം, അക്രോമെഗലി ശരീര വളർച്ചാ കാലഘട്ടത്തിന് ശേഷമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ.
അറ്റൻഡ് ചെയ്യഎല്ലാരും. സെൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സെൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ചെയ്യുക. വായിച്ച് ചെയ്താൽ വിപ്ലവം കാണിക്കണ്ട. എല്ലാവരും ഡി പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവർക്കും ഉത്തരം കിട്ടി? അവിടെ നോക്കിയോ, കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ. എന്താണ് കുട്ടികളെ ഈ കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്? എന്താണ് കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്? പറ. കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ. എനിക്ക് കിട്ടിയില്ല സാർ, കിട്ടിക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസ് ആയി മാറും. ഈ ഗ്ലൂക്കോസ് കോശത്തിലേക്ക് എത്തും. ഗ്ലൂക്കോസ് എന്ത് ചെയ്യും കുട്ടികളെ? കോശത്തിലേക്ക് എത്തും. കോശത്തിലേക്ക് എത്തിയതിനു ശേഷം ആ കോശത്തിൽ വെച്ച് ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് കോശത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് എന്ത് സംഭവിക്കും? എനർജി പുറത്തേക്ക് വരും. ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്ന കുട്ടികളെ? ഈ കോശ ശ്വസനം എന്ന് പറയുന്നത്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഊർജം പുറത്തേക്ക് വരുന്ന പ്രവർത്തനത്തെയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. ഇവിടെ കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു എന്ന് പറയുന്നു. എന്താണ് കുട്ടികളെ ഇവിടെ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പേരെന്താ? പറ. കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പേരെന്താ? കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പേര് പറ കുട്ടികളെ. ആദ്യഘട്ടത്തിന്റെ പേരെന്താ? ഗ്ലൈക്കോളിസിസ് എന്നാണ് അല്ലെ? ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഗ്ലൈക്കോളിസിസ് എന്നാണ് കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പേര്. ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഗ്ലൈക്കോളിസിസ് എന്താ കുട്ടികളെ? ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പറയൂ. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ച്. കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത്. കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതായത് ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. രണ്ടാം ഘട്ടത്തിന്റെ പേരെന്താണ്? ആദ്യഘട്ടം ഗ്ലൈക്കോളിസിസ് ആണെങ്കിൽ രണ്ടാം ഘട്ടത്തിന്റെ പേരെന്താണ്? രണ്ടാം ഘട്ടത്തിന്റെ പേരെന്ന് പറഞ്ഞേ. ലെഫ്റ്റായി പോവല്ലേ, സമയം എടുത്ത് പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. കേൾക്കാൻ ബോറാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? രണ്ടാം ഘട്ടത്തിന്റെ പേര് ക്രെബ്സ് പരിവൃത്തി എന്നാണ്. ക്രെബ്സ് പരിവൃത്തി എന്നാണ്. ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തി. ഈ ക്രെബ്സ് പരിവൃത്തി അത് എവിടെ വെച്ചാ നടക്കുന്നേ? ക്രെബ്സ് പരിവൃത്തി, രണ്ടാം ഘട്ടം ക്രെബ്സ് പരിവൃത്തി എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് മൈറ്റോകോൺട്രിയ. എവിടെ കുട്ടികളെ? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയ. അപ്പൊ ഇത് ഒന്നാമത്തെ തെറ്റാണ്. കാരണം റൈബോസോമിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് തെറ്റാണ്. രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അടുത്ത് ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ആവശ്യമാണോ കുട്ടികളെ? ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണോ? ഇല്ല. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ അല്ലേ? പക്ഷെ രണ്ടാം ഘട്ടമായ ക്രെബ്സ് പരിവൃത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ശരിയോ തെറ്റോ?
ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് 2 ATP തന്മാത്ര ഉണ്ടാകുന്നു. ക്രെബ്സ് പരിവൃത്തിക്ക് ശേഷം 28 ATP തന്മാത്ര ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? ക്രെബ്സ് പരിവൃത്തിക്ക് ശേഷം 28 ATP തന്മാത്ര ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിന് ശേഷം 2 ATP തന്മാത്രയാണ് ഉണ്ടാകുന്നത്. ഇനി ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അത് ശരിയാണ് അല്ലെ? ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു കുട്ടികളെ? പൈറുവിക് ആസിഡായി മാറുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി, അപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചോണേ. വളരെ കോശത്തിൽ വെച്ച് നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഊർജം പുറത്തു വരുന്ന പ്രവർത്തനമാണ് കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ. ഇതിന് 2 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജിന്റെ പേര് ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. ഇത് ഓക്സിജന്റെ ആവശ്യമില്ലാതെ നടക്കുന്ന പ്രവർത്തനമാണ്. ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് 2 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. രണ്ടാം ഘട്ടത്തിന്റെ പേര് ക്രെബ്സ് പരിവൃത്തി എന്നാണ്. ഇത് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമാണ്. രണ്ടാം ഘട്ടത്തിൽ ഓക്സിജൻ ആവശ്യമാണ്. 28 ATP തന്മാത്രകൾ രൂപം കൊള്ളുന്നു. ഗ്ലൈക്കോളിസിസിൽ, ഒന്നാം ഘട്ടമായ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നുണ്ട്. ഓക്കെ, ഒന്നാം ഘട്ടമായ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നുണ്ട്. ഇത്രയും പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ഘട്ടം അനറോബിക് റെസ്പിറേഷൻ ആണ്. അനറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ല. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. അവിടെ ഓക്സിജൻ ആവശ്യമാണ്. ആർക്കെങ്കിലും ഈ കാര്യം ഞാൻ ഒന്നുകൂടെ പറയണോ? ഗ്ലൈക്കോളിസിന് ഓക്സിജൻ വേണ്ട, ക്രെബ്സ് പരിവൃത്തിക്കാണ് ഓക്സിജൻ ആവശ്യമായിട്ടുള്ളത്. ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ ഈ സാധനം? വേണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. വേണം. എടാ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് കേട്ടോ, വലിയ പാടുള്ള പരിപാടിയല്ല, സിമ്പിൾ ആണ്, നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസായി മാറും. നമ്മൾ മൂക്കിലൂടെ എടുക്കുന്ന ഓക്സിജൻ, ഇത് രണ്ടും കൂടെ കോശത്തിലെത്തും. നമ്മൾ ആഹാരം കഴിക്കുന്നത് നമുക്ക് ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഊർജം ഫോം ചെയ്യുന്നത് കോശങ്ങളിൽ വെച്ചിട്ടാണ്. അത് ഈ ഗ്ലൂക്കോസും കോശങ്ങളും തമ്മിൽ ഗ്ലൂക്കോസും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഈ പറയുന്ന ഊർജം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തെയാണ് കോശ ശ്വസനം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന ആ പ്രവർത്തനമാണ് കോശ ശ്വസനം അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ. ഇതിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജിന്റെ പേര് ഗ്ലൈക്കോളിസിസ് എന്നാണ്. അത് നമ്മുടെ കോശത്തിലെ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കും. ഓക്കെ അല്ലേ? ഇതിന് ഓക്സിജൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ അനറോബിക് റെസ്പിറേഷൻ അവായു ശ്വസനം എന്ന് പറയാറുണ്ട്. ഇതിന്റെ ഫലമായിട്ട് 2 ATP തന്മാത്ര ഉണ്ടാവുകയും ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുകയും ചെയ്യും. അപ്പൊ ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ്, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല, 2 ATP തന്മാത്രകൾ ഫോം ചെയ്യുന്നു, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. രണ്ടാം ഘട്ടത്തിന്റെ പേര് ക്രെബ്സ് സൈക്കിള് അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തി എന്നാണ്. അത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. അതിന് ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. രണ്ടാമത്തേന് ഓക്സിജൻ ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ക്ലിയർ ആണേ? അതിന്റെ ഫലമായിട്ട് 28 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. അതായത് കോശ ശ്വസനം കഴിയുമ്പോൾ ടോട്ടൽ 28 പ്ലസ് 2 30 ATP തന്മാത്രകൾ ഉണ്ടാകും. ഓക്കെ അല്ലേ?
28 പ്ലസ് 2 30 ATP തന്മാത്രകൾ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ATP നമ്മൾ വിളിക്കുന്ന പേരെന്താ? ATP നമ്മൾ വിളിക്കുന്ന പേരെന്താ? ATPക്ക് ഒരു അപരനാമമുണ്ട്. ATP അപരനാമം എന്താ കുട്ടികളെ? പറ. ATPയുടെ അപരനാമം എന്താണ്? ATPയുടെ അപരനാമം കോശത്തിന്റെ എനർജി കറൻസി എന്നാണ്. കോശത്തിന്റെ എനർജി കറൻസി എന്നാണ്. കോശത്തിന്റെ എനർജി കറൻസി എന്നതാണ് ATPയുടെ അപരനാമം. ATPയുടെ പൂർണ്ണരൂപം എന്താണ്? ATPയുടെ പൂർണ്ണരൂപം എന്താണ്? ATPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ATPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ഞാൻ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു SCRT കട്ടിങ് ഇടും കേട്ടോ. അപ്പൊ അതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ അത് വായിച്ചു നോക്കിയാൽ മതി. ഞാനിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് അതും കൂടെ ഒന്ന് വായിച്ചാൽ മതിയേ. ഓക്കെ. ATP എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരികയാണെങ്കിൽ കേട്ടോ നമുക്ക് നല്ല നിലവാരമുള്ള ചോദ്യമാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ അല്ലേ? ATP എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ശരി. അടുത്ത, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം പോരട്ടെ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവമായിക്കോട്ടെ, അക്വസ് ദ്രവമായിക്കോട്ടെ, അത് കാണപ്പെടുന്നത് ഏതിലാ കുട്ടികളെ? കണ്ണിലാണ് അല്ലെ? കണ്ണിലാണ്. വിട്രിയസ് ദ്രവമായിക്കോട്ടെ, അക്വസ് ദ്രവമായിക്കോട്ടെ, അത് കാണപ്പെടുന്നത് കണ്ണിലാണ്. ഓക്കെ അല്ലേ? CSF കാണപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. CSF കാണപ്പെടുന്നത് എവിടെയാ? CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത് എവിടെയാ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അത് തലച്ചോറിലാണ് അല്ലെ? തലച്ചോറിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. തലച്ചോറിലുമുണ്ട്, സുഷുമ്നാ നാഡിയിലുമുണ്ട് അല്ലെ? തലച്ചോറിലുമുണ്ട്, സുഷുമ്നാ നാഡിയിലുമുണ്ട്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം കമന്റ് ചെയ്തേ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം. നമ്മൾ യാന്ത്രികോർജത്തിലൂടെ വൈദ്യുതോർജം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ യാന്ത്രികോർജം, വൈദ്യുതോർജം. ജനറേറ്ററിൽ യാന്ത്രികോർജം, വൈദ്യുതോർജം. ഓക്കെ, ഓപ്ഷൻ എ.